എടാ അപ്പൊ എങ്ങോട്ടാ പറ എങ്ങോട്ടാ അപ്പം വണ്ടർല ടൂറാണ്. അതിന്റെ കഥയൊക്കെ ഞാൻ വ്ലോഗിൽ പറയാം. ഇപ്പൊ ഏതായാലും ഇത് കുറേമാർ അങ്ങോട്ട് പോകുന്നുണ്ട്, കുറച്ച് പേര് ഇവിടെ ഉണ്ട്. ഇനി ബാക്കിയുള്ളവന്മാർ ഇറങ്ങാൻ കിടക്കണം മേളിൽ നിന്ന്. ഓരോരുത്തന്മാർ ഇറങ്ങി വരുന്നേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവരും ഇവിടെ ബസ്സിൽ കയറാനായിട്ട് വന്ന് നിൽപ്പുണ്ട്. അനീഷുണ്ട്, അല്ലമീനുണ്ട്, നഹാസുണ്ട്. ഇതാണ് ബസ്. ആറ്റുനോറ്റ് ഗോവ പ്ലാൻ ചെയ്തിട്ട് ദേ എല്ലാവരും വരുന്നുണ്ട്. ശ്രവൺ, കെവിൻ ഷാജി, ആദിത്യൻ, PY, അതാറാ ഋത്തിക് ദാസ്, എല്ലാവരും ഉണ്ട്. ഇനി ആൾക്കാർ വരാനുണ്ട്, പെൺപിള്ളേർ വരാനുണ്ട്. ഇതാണ് ബസ്. അപ്പം വാ ബസ്സിനകത്തേക്ക് കയറാം. വാ കം ബസ് ശോകമാണ്. ചന്ദ്രു അളിയ ഹായ് മാടു അനന്താനന്ദ് നന്ദു ബ്രോ. അവൻ എന്തോ നിരാശയായിട്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് അവനെ പിന്നെ എടുക്കാം. ഇല്ല അവൻ്റെ തന്തയ്ക്കുള്ളിൽ ഞാൻ കേൾക്കേണ്ടി വരും ഗൈസ്. അപ്പൊ എല്ലാരും വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. എങ്ങോട്ടാ എല്ലാരും എങ്ങോട്ടാ? വ്ലോഗ് അപ്പോൾ ഇത്ര എനിക്ക് വീഡിയോയിലൂടെ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഞാൻ വോയിസ് ഓവറാണ് ചെയ്യുന്നത്. കാരണം ബാക്കി റെക്കോർഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ പാട്ടിട്ടിട്ടുണ്ട്. അപ്പം കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് വരും. അതുപോലെ തന്നെ പാട്ടിൻ്റെ സൗണ്ട് കാരണം നിങ്ങൾക്ക് ഞാൻ പറയണമെന്നും കേൾക്കത്തില്ല. അപ്പം പാട്ടിട്ട് എല്ലാവരും തുള്ളാനായിട്ട് റെഡി നിൽക്കുകയാണ്. അവിടെ അല്ലമീനാണ് പോയി പാട്ടൊക്കെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ആദ്യമേ ഒരു ഗോവ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് അത് കോളേജ് പ്രിൻസിപ്പളും സമ്മതിക്കാഞ്ഞ് ഡയറക്ടറും സമ്മതിക്കാഞ്ഞ് അങ്ങനെ വള്ളിയൊക്കെ ആയിട്ട് പിന്നെ വണ്ടർല പ്ലാൻ ചെയ്തതാണ്. ആദ്യം ആർക്കും ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു ട്രിപ്പ് വേണമല്ലോ എന്നോർത്ത് വണ്ടർല പ്ലാൻ ചെയ്തു. അപ്പം എല്ലാവരും എൻജോയ്മെൻ്റാണ്. ഇത് ആദിത്യനുണ്ട്, അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട് വണ്ടിക്കകത്ത് കിടന്ന്. ഇതൊക്കെയുള്ളൂ ഒരു വൈബെന്ന് പറയാനായിട്ട്. നമ്മൾ ഫുള്ളി എക്സൈറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ വണ്ടർല ട്രിപ്പിന് പോണത് തന്നെ. അപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഏതാണ്ട് ഒരു 50 above പിള്ളേരുണ്ട്. അതിൽ കുറച്ച് പേർക്ക് എന്തോ ഫണ്ട് ഇഷ്യൂ കാരണം വരാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ മാക്സിമം അവരെ വിളിച്ചാണ്, അവർ വന്നില്ല തോന്നുന്നു. ഞാൻ ഫസ്റ്റ് വീഡിയോ ആണെന്ന് തോന്നുന്നു എൻ്റെ ഫേസ് കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ. അത് വേറൊന്നുമല്ല, അവരോട് തുള്ളുന്ന മാത്രമേ ഉള്ളൂ. അപ്പം അവരോട് എൻജോയ് ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ ഏറെക്കുറെ വണ്ടർല എത്തിയിട്ടുണ്ട്. വണ്ടർല എത്തിക്കഴിഞ്ഞുള്ള ഭാഗമാണിത്. അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം പിള്ളേരെ മൊത്തമുള്ള എക്സൈറ്റ്മെൻറ്റും പിള്ളേരെ എനർജി ലെവലും. ഇപ്പം വണ്ടർലയ്ക്ക് അകത്തോട്ട് കയറിയിട്ട് തിരിച്ചിറക്കുമ്പോൾ എല്ലാം ശവങ്ങളായിട്ടായിരിക്കും ഇറങ്ങുന്നത്. നമുക്ക് നല്ല വൃത്തിക്കറിയാം. ജോർജിന് എക്സൈറ്റ്മെൻറ്റ് അങ്ങ് പീക്ക് ലെവലിലാണ്. കണ്ടോ ചെറുക്കൻ കാണിക്കുന്നത് കണ്ടോ, ചിരിക്കാനൊന്നും ഇല്ല. പിന്നെ ഞാനവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, ബസ്സിൻ്റെ ബാക്കിലേക്ക് വരാനോ അങ്ങനെ എന്തൊക്കെയോ. പിന്നെ വണ്ടർലയ്ക്ക് അകത്തേക്ക് കയറാനുള്ള ബാക്കി പരിപാടികളാണ് നോക്കാൻ പോണേ. അപ്പം വണ്ടർല എത്തിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഈ കാണുന്നത്. അതായത് ഈ കൂട്ടിയിട്ടേക്കുന്ന പക്ഷികൾ കൂട് തുറന്ന് നിർത്ത് പോകുമ്പോൾ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഇതാണ് ഇവിടെ. അങ്ങനെ എല്ലാവരും ഒച്ച വെച്ചിട്ട് നമ്മൾ പതുക്കെ വണ്ടർലയുടെ എൻട്രിയിലേക്ക് പോവുകയാണ്. ഞങ്ങളൊരു 9:30 ആയപ്പോഴത്തേക്ക് എത്തി. പക്ഷേ അവർ 10 മണിയാവാതെ അകത്തേക്ക് കയറ്റി വിടുകയില്ല. പിന്നെ ഞങ്ങളവിടെ നിന്ന് മാംസൊക്കെ ടിക്കറ്റ് കൊടുക്കാൻ പോയി. പിന്നെ അവർക്ക് കുറച്ച് ഗൈഡൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കേട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ പിന്നെ ഫോട്ടോ എടുപ്പിൻ്റെ ബഹളമാണ്. എല്ലാം എല്ലാം ഓടി നടന്ന് ഫോട്ടോ എടുക്കുക. പല സെക്ഷനായിട്ട് തിരിഞ്ഞ് കുറച്ച് പേര് അപ്പുറത്ത് ഫോട്ടോ എടുക്കുന്നു, കുറച്ച് പേര് ഇപ്പുറത്ത് ഫോട്ടോ എടുക്കുന്നു, ബാക്കി കുറച്ച് പേര് ഇത് അല്ലമീൻ അവിടെ എന്തോ കാര്യമായിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഗേറ്റ് ചെക്കിൻ ചെയ്ത് അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പം ഞങ്ങളടുത്ത് ജയശ്രീ മാം ഉണ്ട്, അതുപോലെ തന്നെ പവിത്ര മാം ഉണ്ട്. ഞാൻ ഹായ് പറഞ്ഞപ്പോൾ പവിത്ര മാം ഹായ് പറഞ്ഞിട്ടുണ്ട് ക്യാമറയിൽ. അപ്പം ഇവിടെ നിന്നൊരു നീല കളറിലുള്ള എന്തോ വെള്ളം തരുന്നുണ്ട്. ആ വെള്ളവും കുടിച്ചിട്ടാണ് ഞങ്ങൾ അകത്തോട്ട് പോകുന്നത്. അപ്പം അല്ലമീനും നാസും ഒക്കെ ഫോട്ടോ എടുത്ത് ഉമ്മാർ പുറകിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ വണ്ടർലയിലെ മെയിൻ അട്രാക്ഷനാണ് ഈ 2 ബൊമ്മകളല്ല, അതിനകത്ത് ആൾക്കാരാണ്. അവർ രണ്ടുപേരും അടിപൊളിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അപ്പം പെൺപിള്ളേരൊക്കെ ഇതിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പൂക്കിയായിട്ട് അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ട്. ആദ്യം അനുഗ്രഹം എടുത്തു, അത് കഴിഞ്ഞ് നവ്യത ഇപ്പോൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ കുഞ്ഞാവ അതിനെ നോക്കി ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്, എന്താണ് സംഭവം എന്നറിയാതെ. പിന്നെ ഞാനിപ്പം ക്യാമറയിലേക്കൊരു ഹായ് പറയുന്നുണ്ട്. അപ്പം പുള്ളി എനിക്കൊരു ഹായ് തന്നിട്ടുണ്ട് പുള്ളി. ഇനിയിപ്പം മറ്റേ പുള്ളിയെ കൂടെ വിളിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ പുള്ളി വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് ഹായ് രണ്ടുപേരുടെ തരുന്നുണ്ട് എനിക്ക് രണ്ടുപേരുടെ. അപ്പോൾ പിന്നെ നല്ല രസമല്ലേ. അപ്പോൾ പിന്നെ ആര്യയും അനഘയും കൂടെ എൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ട്.
അവിടുത്തെ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ നേരെ എൻട്രിയിലോട്ടാണ് പോയത്. അവിടെ ഫോണൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പോയപ്പോൾ ബാക്കി വീഡിയോ ഒക്കെ ഇറങ്ങി കഴിഞ്ഞത്തെ കാണിക്കുക ഇനി. അപ്പം ഇറങ്ങിക്കഴിഞ്ഞ് അവർക്ക് ഐസ്ക്രീം കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ നേരത്ത് മറ്റേ സംഭവം ഉണ്ടല്ലോ, ഐസ്ക്രീം കൊടുക്കാതെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്ഥലത്ത് ഭാഗ്യമാണ് നിൽക്കുന്നത്. ഭാഗ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി മറ്റേ ഐസ്ക്രീമിൻ്റെ സ്കൂപ്പ് എടുത്ത് കിട്ടുമ്പോഴത്തേക്ക് സ്കൂപ്പേ കയറി പിടിച്ചു. പുള്ളി പറഞ്ഞ് സ്കൂപ്പല്ലല്ല പിടിക്കണ്ടേ, ഈ ഐസ്ക്രീമിൻ്റെ കോണേ മാത്രം പിടിക്കുക. അങ്ങനെ പുള്ളി കുറേ നേരം അവിടെ ഇട്ട് വട്ട് കളിപ്പിച്ചു. എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾക്ക് സമയം പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പുള്ളി തന്നത്. അതുവരെ ഐസ്ക്രീം അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ബസ്സിൽ കയറി കഴിഞ്ഞാലത്തെ കാര്യമൊന്നും ഞാൻ പറയണ്ടല്ലോ. ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും ടയേർഡായി ചത്ത കണക്കിന് വന്നിരുന്നിട്ട് ബസ്സിൽ പാടിട്ടപ്പോഴത്തേക്ക് ഒരുത്തനും ഒരു കുഴപ്പമില്ല. എല്ലാ എണ്ണവും ഭയങ്കര എനർജി, എല്ലാ എണ്ണം ഭയങ്കരമായിട്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വേറെ ഇങ്ങനത്തെ ഒരു മൂമെൻറ്റ് ഞങ്ങൾക്ക് കിട്ടാനില്ല. അല്ല ഇതുപോലൊരു ഇങ്ങനൊരു ടൈം എല്ലാവരോടും ഒന്നിച്ചൊരു സമയം കിട്ടാനില്ല. അപ്പം ഞങ്ങൾ അതിനനുസരിച്ചൊരു എന്താ പറയുന്നത്, ഞങ്ങൾ ഡാൻസ് കളിച്ച് അടിപൊളിയായിട്ട് പോകാമെന്നൊക്കെ വെച്ച്. അപ്പം വണ്ടിക്കകത്ത് കിടന്ന് ഭയങ്കര എൻജോയ്മെൻറ്റാണ്. മാംസൊക്കെ ഫ്രണ്ടിൽ ഇരുന്ന് പറയുന്നുണ്ട് സൗണ്ട് കുറയ്ക്കുക അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ടൈം കിട്ടിയ ആ ഒരു സമയമാണ്. അപ്പം ഞങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. ഇല്ലായിരുന്നേ ഞാൻ ആ ഇതും കൂടെ കേൾപ്പിച്ച് തന്നേനെ. അപ്പം എല്ലാം അവിടെ കിടന്ന് അടിപൊളിയാണ്. അങ്ങോട്ട് പോയപ്പം ഷോക്കുമായിട്ടിരുന്ന എല്ലാവരും ഭയങ്കര വൈബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവൽ വൈബ്. ശ്രവൺ ഉണ്ട് അവിടെ. ശ്രവൺ സീറ്റിൻ്റെ മണ്ടക്കൊക്കെ കയറി നിന്നാണ് ഡാൻസ് കളി. അതുപോലെ തന്നെ നഹാസുണ്ട്. നഹാസ് പിന്നെ നഹാസിന് മെയിൻ സ്റ്റെപ്പുണ്ട്, കുറച്ച് അടിപൊളി സ്റ്റെപ്സ് ഉണ്ട് നഹാസിന്. അതൊക്കെ ഞാൻ ഇനി എപ്പോഴേലും സമയം കിട്ടുവാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതായത് ഇതിൻ്റെ ബാക്കിയല്ല, വേറെ ക്ലിപ്സ് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ വേറെ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഗൈസ്.